എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. King of Swords, Fool Energy, Two of Swords, Ace of Wands, Four of Wands, Nine of Cups Energy Connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. ആദ്യം തന്നെ കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് തള്ളി, അതായത് എപ്പോഴും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പലപ്പോഴായിട്ട് തള്ളി മാറ്റി നീക്കിക്കൊണ്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. കാരണം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ്, മാർക്കറ്റിങ്ങിൽ പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ നല്ല കഴിവുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം കഴിവുകളാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് പലതും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഹൃദയം കൊണ്ട് മാത്രമല്ല തീരുമാനം എടുക്കണം. അത് പ്രാക്ടിക്കലാണോ, അത് പോസിബിൾ ആണോ, റിയലിസ്റ്റിക് ആണോ എന്നുള്ളത് ആലോചിച്ചിട്ട് കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതേസമയം വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് എല്ലാ കാര്യത്തെയും കുറിച്ച് നിങ്ങൾക്കുണ്ട്. കമ്മ്യൂണിക്കേഷൻ, സംഭാഷണം, മറ്റുള്ള സംഭാഷണ ചാതുര്യം വളരെ കൂടുതലാണ്. സോ അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലല്ല. പക്ഷേ എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും അവരുടെ മനസ്സിൽ ഇടം നേടാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. പൊളിറ്റിക്സിൽ അതുപോലെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊളിറ്റിക്സ് അതേപോലെ റിലീജിയൻ, ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ നല്ലൊരു സമയമാണ്. ആളുകളുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റുന്നു എന്നുള്ളത്. മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, യൂട്യൂബേഴ്സ് അതുപോലെയുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് സോഡ്സ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. വീട് എന്ന് പറയുന്നൊരു, ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. പല പല ഐഡിയാസ് മനസ്സിൽ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇഫ് യു ഫീൽ ഗുഡ്, അതായത് നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയായിരിക്കും എന്നുള്ളത്. കാരണം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. നിങ്ങൾക്കെല്ലാം കാലേക്കൂട്ടി മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക ഒരു ഇൻഡ്യൂഷൻ, നിങ്ങളുടെ അവബോധ മനസ്സ് എപ്പോഴും നിങ്ങൾ നേർവഴിക്ക് നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ് പലപ്പോഴും മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സ്വയം വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങൾ വളർന്നു വന്നിട്ടുള്ള അന്തരീക്ഷം, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തോൽവികൾ കൊണ്ട് സ്വയം വിശ്വസിക്കാൻ നിങ്ങൾ മടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് ശരിയാണെന്ന് തോന്നിയാലും മറ്റുള്ളവരോട് ചോദിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായം, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, അങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ചിന്തിക്കുന്നത്, ഇതുവരെ ഒരു പക്ഷേ നിങ്ങൾ പല തെറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല, നിങ്ങൾ വളരെ പക്വതയായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വയമേ ഉള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു, സെൽഫ് ഡൗട്ട്, കാരണങ്ങൾ പലതാകാം. അപ്പോൾ ആ കാരണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫുൾ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വയമുള്ള വിശ്വാസമാണ് നിങ്ങളെ ഇനി നയിക്കുന്നത്. കാരണം ഇപ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സമയത്ത് പൊതുവേ ചെയ്തിരുന്ന പോലെ മറ്റാളുകൾ എന്താണോ പറയുന്നത് അത് കേൾക്കാൻ നിന്നാൽ
മറ്റാളുകൾ പറയുന്ന അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോയാലാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യം വരുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണോ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. അതാണ് നിങ്ങളെ നേർവഴിക്ക് നടത്തുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലി വിടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജോലിയിൽ താല്പര്യമില്ല, നിങ്ങളെ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കും, നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുക. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് എന്നുള്ളതാണ്. ന്യൂ ബിഗിനിങ്സ് ആണ് കാണിക്കുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ വലിയ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരത് വളരെ മണ്ടത്തരമാണെന്നുള്ള രീതിയിൽ വലിയ സ്വപ്നങ്ങളൊക്കെ പലരും പറഞ്ഞ സമയത്തും എല്ലാവരും അതിനെ കളിയാക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അത് അവർ സാക്ഷാത്കരിച്ച് വരുമ്പോൾ അവർ ആ ഒരു വലിയ നിലയിലേക്ക് എത്തുമ്പോഴാണ് ആളുകൾ ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ളതും ഇത് ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവേക്കണിങ് എന്നുള്ള രീതിയിൽ പറയാം, ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് 4 ഓഫ് വൺസ് എനർജി, അപ്പോൾ വീട് സ്വന്തമാക്കുക, സ്ഥലം സ്വന്തമാക്കുക, പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുള്ള ഒരാളാണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പുതിയൊരു ഫ്ലാറ്റ്, മറ്റെവിടെയെങ്കിലും വേറൊരു ഫ്ലാറ്റോ സ്ഥലമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സന്തോഷത്തിൻ്റെ വിവാഹം പോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹം നടന്നിട്ടില്ല, കുറച്ച് നാളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്. ഒരു മൈൽ സ്റ്റോൺ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കുടുംബാന്തരീക്ഷം വളരെ സംതൃപ്തമായിരിക്കും. കുടുംബത്തോടൊപ്പം വലിയ സെലിബ്രേഷൻ, ഒരു മൈൽ സ്റ്റോൺ ആണ് കാണിക്കുന്നത്. ഈ ഒരു വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആണത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പൊസിഷനായിരിക്കും, നിങ്ങളുടെ ജോലിയായിരിക്കും, നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് വലിയ പൊസിഷൻ, മാനേജറിയൽ പൊസിഷൻ, CEO, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹയർ പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ഒത്തിരി നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചൊരു കാര്യമായിരിക്കില്ല. അതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വലിയ സ്വത്തുവകകൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ധനലാഭമാണ് കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടദാനമായിട്ട് ഒത്തിരി നിങ്ങളിലേക്ക് സ്വത്തുകൾ എത്താനുള്ള ചാൻസ് ഉണ്ട്. അത് വളരെ അപ്രതീക്ഷിതമാണ്. എല്ലാവർക്കും ഒരുപോലെ ആണെന്നല്ല, ചില ആളുകൾ ആ എനർജി ഉണ്ട്. അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പതുപോലെ തന്നെ തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളൊരു ടെൻഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശ്വസിക്കുക, നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഫുൾ എനർജി, അതായത് ഫെയ്ത്ത് ആണ്. സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുക എന്നുള്ളൊരു എനർജി. നിങ്ങൾ ആ ഒരു ക്രോസ് റോഡിലാണ് എങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മുന്നോട്ടേക്ക് നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നിങ്ങളെ ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ശരിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ തീരുമാനം എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബിഗർ പിക്ചർ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഒരു ദിശയിലാണ് പോകാൻ പറ്റുന്നത്, ആ ദിശ ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വളരെ ഇൻറ്റ്യൂറ്റീവ് ആണ്. നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആര് പറഞ്ഞാലും ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ വളരെയധികം ആഗ്രഹസബലീകരണമാണ്. വിഷ് കം ട്രൂ, തഥാസ്തു എന്നുള്ളതാണ്. അതിനിപ്പോൾ നിങ്ങളുടെ ജോലി, ഫിനാൻസ്, കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുടുംബജീവിതം, യാത്രകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തായാലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പൊതുവെ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും ടെൻഷൻ അനുഭവിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ടെൻഷനാണ്, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഒത്തിരി ഫ്രസ്ട്രേഷൻസും ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ ഉണ്ട്. കാരണം നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ നെഗറ്റീവ് ആണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന സിറ്റുവേഷൻസൊക്കെ ജനറലി നെഗറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലുള്ള ആളുകളെ സംബന്ധിച്ച് എല്ലാവരും ബാധിക്കുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ. പക്ഷെ അത് എല്ലാവർക്കും ആ ഒരു എനർജി ഉണ്ട്.
പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ആഗ്രഹ സഫലീകരണം, ഡ്രീം കം ട്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന നെഗറ്റീവ് ആയാൽ പോലും നിങ്ങളിലേക്ക് എത്തുന്ന പോസിറ്റിവിറ്റി ആണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആഗ്രഹിച്ച കാര്യം നേടുന്ന ഒരു മാസമായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.